ശബരിമലയിൽ സ്ത്രീ പ്രവേശം ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഇടതുപക്ഷ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? സുപ്രീം കോടതിയുടെ വിധികൾ ഇങ്ങനെ ലംഘിക്കപ്പെട്ടാൽ ഈ രാജ്യത്ത് ആർക്കാണ് കോടതികളെ ഭയമുണ്ടാവുക? ഇനി പല വിധികളും വരാൻ വേണ്ടി പോകുന്നു. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധി വരാനിരിക്കുന്നു. ഈ വിധി ലംഘിക്കപ്പെട്ടാൽ അത് പറഞ്ഞുകൊണ്ടാവും ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിയും നമ്മുടെ നാട്ടിൽ കാറ്റിൽ പറത്തപ്പെടാൻ വേണ്ടി പോകുന്നത്. ഏതെങ്കിലും ഭക്തകളായിട്ടുള്ള സ്ത്രീകൾ ശബരിമലയിൽ ദർശനത്തിനെത്തിയാൽ അവർക്ക് ദർശനം ഉറപ്പുവരുത്തേണ്ട ചുമതല സർക്കാരിനുണ്ട്. ആ ചുമതലയാണ് ഗവൺമെന്റ് നിർവഹിച്ചത്. കേരളത്തിലെ കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്? കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണം എന്ന പക്ഷക്കാരാണ്. കോൺഗ്രസിന്റെ എംപിമാർ ഓർഡിനൻസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണും എന്ന് പ്രഖ്യാപിച്ചു. എന്തേ കോൺഗ്രസുകാർക്ക് കാണാൻ കഴിയാതെ പോയത്? സോണിയാഗാന്ധി സമ്മതിച്ചില്ല. രാഹുൽ ഗാന്ധി അതിനെതിരായിരുന്നു. കോൺഗ്രസിന് എത്ര നയമാണ്! ഈ ഒരു ഘട്ടത്തിൽ സഖാവ് പിണറായി വിജയൻ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ എന്താണ് സംഭവിക്കുക? നാം നേടിയ നേട്ടങ്ങൾ, ആർജിച്ച നവോത്ഥാന മൂല്യങ്ങൾ എല്ലാം കാറ്റിൽ പറത്തപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിന് ഈ കാലത്തുണ്ടായത് മഹാഭാഗ്യമാണ്. അല്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു നടക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ടോ? വനിതാ മതിലിനു വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചു. സ്ത്രീ നേടിയ അഭിവൃദ്ധിയെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വലിയ അവബോധമുണ്ടാക്കാൻ ഒരു ക്യാമ്പയിൻ എന്നുള്ള രൂപത്തിലാണ് വനിതാ മതിൽ നിശ്ചയിക്കപ്പെട്ടത്. ആ വനിതാ മതിൽ ഗംഭീര വിജയമായി എന്ന് എല്ലാ പത്രങ്ങളും ചാനലുകളും ഒരുപോലെ പറഞ്ഞു. അന്ന് രാത്രി 2 സഹോദരിമാർ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് തൊട്ടടുത്ത ദിവസം വെളിവാക്കപ്പെട്ടു. അതോടുകൂടി കേരളത്തിൽ RSSും BJPയും തെരുവുകളും പട്ടണങ്ങളും കീഴടക്കി കലാപത്തിന് ശ്രമിച്ചു. അവർക്ക് ജയ് വിളിക്കുകയായിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും ചെയ്തത്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് പ്രധാനമന്ത്രി ഓർഡിനൻസ് ഉടൻ ഇറക്കണം ശബരിമലയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ ഓടി. അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയത്തിനെതിരാണ് അത്തരമൊരു സമീപനം. RSSനെയും BJPയെയും നേർക്കുനേർ നേരിടാൻ ആർക്കാണ് ഈ നാട്ടിൽ ധൈര്യം? കമ്മ്യൂണിസ്റ്റുകാരില്ലായിരുന്നുവെങ്കിൽ, ഇടതുപക്ഷ മുന്നണി ശക്തമായിരുന്നില്ല എങ്കിൽ കേരളത്തിൽ RSSനെയും BJPയെയും ഇപ്പോൾ നേരിട്ടതുപോലെ നേരിടാൻ കഴിയുമായിരുന്നോ? കോൺഗ്രസ് എത്ര കാലം ഈ നാട് ഭരിച്ചു? ലീഗിന്റെ ഒത്താശയിൽ കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനം ഭരിച്ചപ്പോഴല്ലേ കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായത്? തിരുവനന്തപുരത്തെ ചാല കത്തിയെറിഞ്ഞത് ആരുടെ ഭരണകാലത്താണ്? വിഴിഞ്ഞത്ത് വർഗീയ കലാപം ഉണ്ടായത് UDF ഭരിക്കുമ്പോഴല്ലേ? മാറാട് 1ഉം 2ഉം കലാപങ്ങൾ അരങ്ങേറിയത് UDF നാട് ഭരിക്കുന്ന ഘട്ടത്തിലല്ലേ? എന്തുകൊണ്ടാണ് UDF ഭരിക്കുമ്പോ RSSന് 4 കൊമ്പും 10 ചിറകും ഒക്കെ ഉണ്ടാകുന്നത്? ഇടതുപക്ഷം ഭരിക്കുമ്പോ എന്താണ് അവരുടെ പത്തി താഴുന്നത്? ഈ 2 സ്ത്രീകൾ ശബരിമലയിൽ എത്തുന്നത് വരെ കോൺഗ്രസുകാർ ചോദിച്ചത് എന്താണ്? പിണറായി വിജയൻ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കിയോ? RSSുമായി ഒത്തുകളിക്കുകയല്ലേ?
സ്ത്രീ പ്രവേശനം ഉറപ്പാക്കി ധൈര്യം പ്രഖ്യാപിക്കൂ. കോൺഗ്രസ് നേതാക്കന്മാരുടെയും ലീഗ് നേതാക്കന്മാരുടെയും BJP നേതാക്കന്മാരുടെയും വെല്ലുവിളിയായിരുന്നില്ലേ അത്? സ്ത്രീ പ്രവേശം സാധ്യമായപ്പോ ആചാരവും അനുഷ്ഠാനവും വിശ്വാസവും ഇല്ലാതാക്കാൻ ഈ സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാ മതസമുദായങ്ങളിലും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു, തെറ്റായ ധാരണകൾ നിലനിന്നിരുന്നു. മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് മുസ്ലിം വീടുകളിൽ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. 1968 ഒരുപാട് പതിറ്റാണ്ടുകൾക്ക് മുമ്പൊന്നും അല്ലല്ലോ. രണ്ടാമത്തെ EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയും CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന കാലത്ത് നമ്മളുടെ അടുത്ത പ്രദേശമായിട്ടുള്ള തിരൂർക്കാട് ഹൈസ്കൂളിൽ എത്ര മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കണക്കെടുത്തു. 1968 തിരൂർക്കാട് ഹൈസ്കൂളിൽ പഠിച്ചിരുന്നത് ഒരേ ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു. ചിന്തിക്കാൻ കഴിയില്ല നമുക്ക്. ഒരേ ഒരു മുസ്ലിം പെൺകുട്ടി. ആ പെൺകുട്ടി തന്നെ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോ പഠനം നിർത്തി ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ചതിന്റെ പേരിൽ ഇന്ന് നമ്മളുടെ കോളേജുകളിൽ പോയി നോക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ പോയി നോക്കും, എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി നോക്കും. എത്രയെത്ര തട്ടമിട്ട മഫ്തയിട്ട കുട്ടികൾ അവിടെ പഠിക്കുന്നു. മുസ്ലിം സമുദായത്തിലുണ്ടായ ആ മാറ്റം നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ? മുമ്പ് കാലത്ത് മുസ്ലിം വീടുകളിൽ ഫോട്ടോ എടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഫോട്ടോ എടുക്കൽ ഹറാമായിരുന്നു, മതനിഷിദ്ധമായിരുന്നു. വീഡിയോ പകർത്തൽ മതവിരുദ്ധമായിട്ടാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. TV വന്ന കാലത്ത് TV വെക്കാൻ പാടില്ല എന്ന് മതപ്രസംഗകന്മാർ പ്രസംഗിച്ചിരുന്നു. കാണാത്ത സിനിമ കാണാത്ത ആളുകളുണ്ടോ ഇന്ന്? ഒരു കാലത്ത് അരുത് എന്ന് പറഞ്ഞത് പിന്നീട് എങ്ങനെയാണ് അനുവദനീയമായത്? വീട്ടിൽ മാന്യമായി അവളോട് പെരുമാറണം ആ വീട്ടുകാർ. അവളെ കെട്ടിക്കൊണ്ടുപോകുന്ന ഭർത്താവ് തുല്യാവകാശത്തോടെ അവളോട് പെരുമാറണം എന്ന് ആഗ്രഹിക്കാത്ത രക്ഷിതാക്കൾ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? അതിന്റെ പ്രതിഫലനവും അതിന്റെ ആവിഷ്കാരവുമാണ് ഈ നാട്ടിൽ വേണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്നത്. ആ പറഞ്ഞതിൽ എന്ത് തെറ്റ്? അതിന്റെ പേരിലാണ് ഈ ഗവൺമെന്റിനെ മതവിരുദ്ധം എന്ന് മുദ്രകുത്താൻ ചില ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ചില ആളുകൾ പറയും ഈ ഗവൺമെന്റ് ഹിന്ദു വിരുദ്ധമാണ്, RSSും BJP. മുസ്ലിം ലീഗ് പറയുന്നത് പിണറായി വിജയനും കൂട്ടരും മുസ്ലിം വിരുദ്ധരാണ്. കേരള കോൺഗ്രസുകാർ പറയുന്നത് ക്രിസ്ത്യൻ വിരുദ്ധരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഓരോ മതവിഭാഗത്തിലെയും മതഭ്രാന്തന്മാരാണ് ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരവരുടെ മതത്തിന് വിരുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. യഥാർത്ഥത്തിൽ CPIM ഇടതുപക്ഷ മുന്നണി മതവിരുദ്ധ മുന്നണിയോ പാർട്ടിയോ അല്ല. എല്ലാ വിഭാഗത്തിന്റെയും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ നിലകൊള്ളുന്നു, ഈ ഗവൺമെന്റ് നിലകൊള്ളുന്നു. മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന ആളുകൾ, അവർക്ക് മുസ്ലിം സമുദായത്തോട് എത്ര കടപ്പാടുണ്ട്? മുത്തലാഖ് ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നപ്പോൾ എതിർത്ത് വോട്ട് ചെയ്യാൻ ആരൊക്കെയുണ്ടായി? 11 വോട്ടുകളാണ് മുത്തലാഖ് ബില്ലിനെതിരായി രേഖപ്പെടുത്തപ്പെട്ടത്. ആ ബിൽ പാസ്സാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 245 വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടു. എതിർത്ത് രേഖപ്പെടുത്തപ്പെട്ട 11 വോട്ടിൽ 8 വോട്ട് CPIMന്റെ MPമാരുടേതായിരുന്നു. ഒരു വോട്ട് ഹൈദരാബാദിൽ നിന്നുള്ള അസറുദ്ദീൻ ഉവൈസിയുടെ, മറ്റൊരു വോട്ട് കേരളത്തിൽ നിന്ന് തന്നെയുള്ള പ്രേമചന്ദ്രൻ MP യുടെ, വേറെ ഒരു വോട്ട് മുസ്ലിം ലീഗിന്റെ
നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ. ലീഗിന് 2 മെമ്പർമാരാണ്. അതിൽ 50% മാത്രമാണ് വോട്ടിംഗിൽ പങ്കെടുത്തത്. ശേഷിക്കുന്ന 50% ആരായിരുന്നു? പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു, മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി. അദ്ദേഹം എന്തുകൊണ്ടാണ് വോട്ടിംഗിൽ പങ്കെടുക്കാതിരുന്നത്? എന്താണ് ഈ മുത്തലാഖ് ബില്ല്? നമ്മൾ വിചാരിക്കും 3 തവണ ചൊല്ലേണ്ട തലാഖ് ഒറ്റത്തവണ ചൊല്ലുന്നത് നിരോധിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ബില്ലാണിത് എന്ന്. അല്ല, മുത്തലാഖിന്റെ പേരിൽ മുത്തലാഖ് ചൊല്ലി എന്ന ആക്ഷേപമുണ്ടായാൽ ബന്ധപ്പെട്ട വ്യക്തിയെ 3 കൊല്ലം വരെ ജയിൽ ശിക്ഷ നൽകാനുള്ള അധികാരം പോലീസിന് നൽകുന്നു, സർക്കാരുകൾക്ക് നൽകുന്നു ഈ ബില്ലിലൂടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് അതിനെ എതിർത്തത്? CPIM എന്തുകൊണ്ടാണ് ഈ ബില്ലിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ഏത് തലാഖായാലും തത്വത്തിൽ വിവാഹമോചനമാണ് നടക്കുന്നത്. വിവാഹമോചനം നടത്തുന്ന മുസ്ലിം പുരുഷന്മാർക്ക് മാത്രം 3 വർഷത്തെ കഠിന തടവും, മറ്റു മതസമുദായങ്ങളിൽ പെടുന്ന വിവാഹമോചനം നടത്തുന്ന പുരുഷന്മാർക്ക് ഒരു ശിക്ഷയും നൽകപ്പെടാത്ത സ്ഥിതിയും ഈ ബില്ല് പാസ്സാകുന്നതിലൂടെ ഉണ്ടാകും. ഉത്തരേന്ത്യയിൽ BJP സർക്കാർ മുസ്ലിങ്ങളെ മുഴുവൻ കള്ളക്കേസുകളിൽ പെടുത്തി അറസ്റ്റ് ചെയ്യുന്നതിന് ഈ നിയമം വഴിവെക്കും. അതുകൊണ്ടാണ് CPIM ഇതിനെതിരായി ശക്തമായ നിലപാടെടുത്തത്. അല്ലാതെ 3 തവണ ചൊല്ലേണ്ട തലാഖ് ഒറ്റത്തവണ ചൊല്ലുന്നത് നിരോധിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ബില്ലല്ല ഇത്. അങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഒരു ആക്ഷേപം ഏതെങ്കിലും ഒരു മുസ്ലിമിനെതിരായി ഉയർന്നാൽ, ഒരു മുസ്ലിം ചെറുപ്പക്കാരനെതിരായി, പുരുഷനെതിരായി ഉയർന്നാൽ അയാളെ 3 കൊല്ലം കൽത്തുറുങ്കിൽ അടക്കുവാനുള്ള അധികാരവും അവകാശവും നൽകുന്ന ഒരു ബില്ല്. ജീവനാംശം കൊടുക്കണം. 3 കൊല്ലം ഇയാൾ ജയിലിൽ കിടന്ന് എങ്ങനെ ജീവനാംശം കൊടുക്കും? ജീവനാംശം കൊടുത്തില്ല എങ്കിൽ വീണ്ടും 3 കൊല്ലം അധിക ശിക്ഷ. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പുരുഷൻ ഇതിൽ പെട്ടുപോയാൽ അയാൾ പിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ തന്നെ കഴിയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത്രമാത്രം അപകടകരമായ ഒരു ബില്ല്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പാർലമെന്റിൽ ഇത്രത്തോളം മുസ്ലിം സമൂഹത്തിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഇതിനു മുൻപ് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ ലീഗ് അതിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടിയിരുന്നില്ലേ ഇന്ത്യയുടെ പാർലമെന്റിൽ? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി മാറി നിന്നത്? ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അന്നും ഫ്ലൈറ്റ് വൈകി എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നല്ലോ. BJPയുമായി ഇവർക്ക് വല്ല അഡ്ജസ്റ്റ്മെന്റും ഉണ്ടോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്തും? കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ചന്ദ്രികയുടെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. എടോ, ചന്ദ്രികയുടെ മീറ്റിംഗ് ഒക്കെ വേറെ എത്ര ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാം? ഇന്ത്യയുടെ പാർലമെന്റിൽ ഇങ്ങനെ ഒരു കരിനിയമം മുസ്ലിം സമുദായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഒരു നിയമനിർമ്മാണം നടക്കുമ്പോ അവിടെ ഉണ്ടാകാൻ ബാധ്യതപ്പെട്ട വ്യക്തി ഞൊണ്ടിന്യായം പറഞ്ഞുകൊണ്ട് മാറി നിന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഷോക്കോസ് നോട്ടീസ് നൽകി. ഒരു പൂച്ചക്കുട്ടിക്ക് ഷോക്കോസ് നോട്ടീസ് നൽകാത്തയാളാണ് പാണക്കാട് ബഹുമാന്യനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിക്ക് ഷോക്കോസ് നോട്ടീസ് നൽകി. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ന്യായം ശരിയായിരുന്നു എങ്കിൽ ആ ചന്ദ്രികയുടെ പ്രധാനപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട ആളായിരുന്നില്ലേ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ? ആ മീറ്റിംഗിൽ പങ്കുകൊള്ളേണ്ട ആളായിരുന്നില്ലേ ലീഗിന്റെ രാജ്യസഭാ മെമ്പർ? ചന്ദ്രികയെ പല പ്രതിസന്ധിയുടെ ഘട്ടത്തിലും
സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള PV അബ്ദുൽ വഹാബ്, ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളായിരുന്നില്ലേ? അവരാരും പങ്കെടുക്കാതെ കുഞ്ഞാലിക്കുട്ടി മാത്രം പങ്കെടുത്ത ചന്ദ്രികയുടെ മീറ്റിംഗ് എവിടെ വെച്ചാണ് നടന്നത്? ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്? യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ബാധ്യതയുണ്ട്. തങ്ങളുടെ ഷോക്കോസ് നോട്ടീസിന് പച്ചക്കള്ളം മറുപടി പറഞ്ഞത് എങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളെ അങ്ങ് സ്വീകരിക്കും? കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർലമെന്റ് മെമ്പറായതിനു ശേഷം അവിടെ ഹാജരായത് 42%. ലീഗിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഇനി കൂടും. ബഹുമാനപ്പെട്ട തങ്ങളെ ഒരു ടീമിൽ സ്റ്റാൻഡ് ബൈ ആയിട്ട് പോലും നിർത്താനുള്ള യോഗ്യത ഈ കുഞ്ഞാലിക്കുട്ടിക്ക് ഇല്ല എന്ന് ഇനിയെങ്കിലും അങ്ങ് മനസ്സിലാക്കണം. തോറ്റ് തുന്നം പാടിയില്ല. ഈ ജാതി സെന്റർ ഫോർവേഡുകളെ ടീം ജയിക്കാൻ വേണ്ടി നിയോഗിച്ചാൽ ഇവർ മറുടീമിൽ നിന്ന് പണം വാങ്ങി ടീമിനെ തോൽപ്പിക്കുമെന്ന് ബോധ്യമായില്ലേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ? വരട്ടെ, ഇനി മലപ്പുറത്ത് മത്സരിക്കട്ടെ. 1,60,60,000 വോട്ടിന് ജയിച്ചു എന്ന ഹുങ്കിന്റെ പിൻബലത്തിലാണ് അവിടെ ഇനി മത്സരിക്കാൻ വരുന്നതെങ്കിൽ 30,000-ന് ജയിച്ചു എന്നുള്ള ആ ഹുങ്കിൽ കുറ്റിപ്പുറത്ത് വന്ന് മത്സരിച്ചതിന്റെ രണ്ടാമത്തെ ആവർത്തനം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ലീഗിന് സംശയം വേണ്ട. നോക്കാം നമുക്ക്. എന്തിനാണ് എനിക്കെതിരായി ലീഗും യൂത്ത് ലീഗും ഇപ്പോ സമരമുഖത്തുള്ളത്? എന്തൊക്കെയാണ് അവർ ഈ നാട്ടിൽ പറഞ്ഞു പ്രചരിപ്പിച്ചത്? ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വളരെ മികച്ച നിലയിൽ പോകുന്നു. 6 പുതിയ സ്കോളർഷിപ്പുകൾ ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തി. 8 പുതിയ കോച്ചിംഗ് സെന്ററുകൾ PSCയുടേത് വരാൻ വേണ്ടി പോകുന്നു. എല്ലാ മത വിഭാഗത്തിലെയും മുസ്ലിം സമുദായത്തിലെ എല്ലാ ആന്തര വിഭാഗങ്ങൾക്കും തുല്യമായ പരിഗണന നൽകി. ആരെയും മാറ്റി നിർത്തിയില്ല. ലീഗിന് ഈ പദവി ഉണ്ടായിരുന്ന കാലത്ത് ശൈഖുന AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗത്തെ നിങ്ങൾ ഉൾക്കൊണ്ടോ? വഖഫ് ബോർഡിൽ അവർക്ക് നിങ്ങൾ അംഗത്വം കൊടുത്തോ? ക്ഷേമനിധി ബോർഡിൽ അവർക്ക് നിങ്ങൾ അംഗത്വം കൊടുത്തോ? ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ ഉദ്ധാരണവുമായി ബന്ധപ്പെട്ട നിരവധി ബോഡികളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലെ പ്രശസ്തമായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള അവാന്തര വിഭാഗങ്ങളെ മാറ്റി നിർത്തി. നമ്മൾ വന്നതിന് ശേഷമാണല്ലോ ഹജ്ജ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത്. സമസ്ത ഐക്യ വിഭാഗത്തെ തഴഞ്ഞില്ല ഈ സർക്കാർ. അവർക്ക് അംഗത്വം നൽകി ഹജ്ജ് കമ്മിറ്റി. ഡോക്ടർ ബഹാബുദ്ദീൻ കുരിയാർ അതിന്റെ ചെയർമാനായി AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവ് C മുഹമ്മദ് ഫൈസിയെ ആക്കി. മുജാഹിദിന് അംഗത്വം നൽകി, ജമാഅത്തെ ഇസ്ലാമിക്ക് അംഗത്വം നൽകി. മുസ്ലിം സമുദായത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളെയും ഒന്നായി ഈ സർക്കാർ കണ്ടു. മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണാൻ കഴിയുന്ന സർക്കാരിനെ ഏത് സമുദായത്തിലെയും എല്ലാ വിഭാഗങ്ങളെയും ഒന്നായി കാണാൻ കഴിയും. മദ്രസാധ്യാപകന്മാർക്ക് ക്ഷേമനിധി നൽകുന്ന ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ആദ്യമായി സംഘടിപ്പിച്ചു. അതിൽ സമസ്ത ഐക്യ വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകി, AP വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകി, മുജാഹിദ് വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകി. ആരംഭഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രാതിനിധ്യം നൽകാൻ കഴിഞ്ഞില്ല. അത് ഉടനെ തന്നെ നികത്തും എന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചു. മുസ്ലിം സമുദായത്തിലെ എല്ലാ ആന്തര വിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള പരിഗണന നൽകി. ആരെയും പടിയടച്ച് പിണ്ടം വെച്ചില്ല. ആരോടും മാറി നിൽക്കണം എന്ന് പറഞ്ഞില്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ പോകുന്നു. ഇനി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ പോകുന്നു. ആ വഖഫ് ബോർഡിനും എല്ലാ വിഭാഗം ആളുകൾക്കും പ്രാതിനിധ്യം ഈ സർക്കാർ ഉറപ്പുവരുത്തും. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് പ്രത്യേക മമതയോ പ്രത്യേകമായിട്ടുള്ള വിദ്വേഷമോ
ഈ ഗവൺമെന്റിനില്ല. വഖഫ് ട്രിബ്യൂണൽ വരുന്ന 19-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ് കേരളത്തിൽ. 3 ജഡ്ജിമാർ ഉൾപ്പെടെ 50 സ്റ്റാഫ് അടങ്ങുന്ന വഖഫ് ബോർഡ് ട്രിബ്യൂണൽ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട നിലയിലേക്ക് വരുന്നു. അവർക്ക് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് ആസ്ഥാനമായുള്ള ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ. ആ കോർപ്പറേഷനെ കഴിഞ്ഞ UDF-ന്റെ സർക്കാർ തകർത്ത് നിലംപരിശാക്കി. ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും MSF-ന്റെയും നേതാക്കന്മാർക്ക് ലക്ഷക്കണക്കിന് രൂപ ലോൺ കൊടുത്തു. ആ ലോണിലേക്ക് ഒരു ചില്ലി പൈസ പോലും അവർ തിരിച്ചടച്ചില്ല. എത്രയോ തിരിച്ചടവിന് സാധ്യതയുള്ള ലോണ് ഒരിടം പോലും തിരിച്ചടക്കാതെ ആ കോർപ്പറേഷനെ തകർക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി. 941 പേരാണ് എടുത്ത ലോണ് തിരിച്ചടക്കാതെ ആ സ്ഥാപനം തകർക്കാൻ വേണ്ടി നോക്കിയത്. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ സേവനം ആ കോർപ്പറേഷന് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഒരുപാട് അന്വേഷിച്ചു ഞങ്ങൾ. ഒരാളും വരാൻ തയ്യാറായിരുന്നില്ല. കാരണം ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സാലറിയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ കനറ ബാങ്കിലോ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആളോട് നിങ്ങൾ ചോദിച്ചു നോക്കും, അവിടുത്തെ സീനിയർ മാനേജർക്ക് ഇപ്പൊ കിട്ടുന്ന ശമ്പളം എന്താണ്? 10 വർഷം സീനിയോറിറ്റിയുള്ള ഒരു സീനിയർ മാനേജർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിലും കനറ ബാങ്കിലും ഫെഡറൽ ബാങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലും കിട്ടുന്ന ശമ്പളം എത്രയാണ്? 86,000 രൂപ ശമ്പളവും ഏതാണ്ട് ഒരു 30-35,000 രൂപ അലവൻസും ബോണസും ഉൾപ്പെടെ ലഭിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് 1,10,000 രൂപ സാലറി ആയിട്ടും ബോണസ് ആയിട്ടും കൂടി കിട്ടുന്നു. അങ്ങനെയുള്ള ആളുകൾ അവിടുത്തെ ശമ്പളത്തിന് മാത്രം ഈ കോർപ്പറേഷനിൽ വന്ന് എങ്ങനെ ജോലി ചെയ്യും? 86,000 രൂപ മാത്രമാണ് ഈ കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്നത്. 7 പേർ അപേക്ഷിച്ചു ഡെപ്യൂട്ടേഷൻ. അതിൽ 3 പേരെ വന്നുള്ളൂ. മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ശമ്പളമായിട്ട് കിട്ടുന്നത് മാത്രമേ ഈ കോർപ്പറേഷന്റെ ജനറൽ മാനേജർക്ക് കൊടുക്കാൻ കഴിയൂ. 7 പേർ അപേക്ഷിച്ചു, 3 പേര് വന്നു. ആ 3 പേരിൽ യോഗ്യരായിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. അപേക്ഷിച്ചവരിൽ യോഗ്യരായിട്ടുള്ള ഒരാൾ അദീബായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തോട് 86,000 രൂപക്ക് ശമ്പളത്തിന് 1 വർഷത്തേക്ക് ജോലി ചെയ്യണം, ആ സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരണമെന്ന് കോർപ്പറേഷന്റെ ചെയർമാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം വന്നു ചേർന്നു. ജോലിയില്ലാത്ത ഒരാളായിരുന്നില്ല ഡെപ്യൂട്ടേഷനിൽ നിയമിക്കപ്പെട്ട വ്യക്തി. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എങ്ങനെയാണ് മാനേജറായിട്ട് പോസ്റ്റിംഗ് ലഭിക്കുക എന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അല്ലെങ്കിൽ കനറ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളോട് ഒന്ന് ചോദിച്ചു നോക്കണം. ദേശീയ തലത്തിൽ റിട്ടൺ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നാണ് ഇന്റർവ്യൂ നടത്തി ഒരാളെ മാനേജറായി ബന്ധപ്പെട്ട സ്ഥാപനം നിയമിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് എത്ര മോശമായിട്ടാണ് പ്രചാരണങ്ങൾ നടന്നത്. വലിയ അഴിമതി ഞാൻ നടത്തി. ബോഫേഴ്സിനും റാഫേലിനും ഒക്കെ ശേഷം ഒരുപക്ഷെ അതിനേക്കാൾ വലിയ അഴിമതിയാണ്
ഞാൻ നടത്തിയത് എന്നുള്ള രൂപത്തിലല്ലേ പ്രചരിപ്പിക്കപ്പെട്ടത്? 900-ലധികം ആളുകൾ ഒരു പൈസ പോലും എടുത്ത ലോണിലേക്ക് തിരിച്ചടവ് നടത്താതെ തകർന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള തെറ്റാണോ ഞാൻ ചെയ്തത്? ആ കുറ്റമല്ല എന്നിൽ ഇവർ ആക്ഷേപിച്ചത്. അതിനെ വലിയ സ്വജനപക്ഷപാതവും അഴിമതിയുമായി ചിത്രീകരിച്ചത്. ജോലിയില്ലാത്ത ഒരാൾക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളതാണെങ്കിൽ ഇവർ പറയുന്നത് ശരിയായിരുന്നു. 1,10,000-ലധികം ശമ്പളം വാങ്ങുന്ന ഒരാളെ 86,000 രൂപക്ക് ശമ്പളം വാങ്ങി ജോലി ചെയ്യാൻ ഡെപ്യൂട്ടേഷനിൽ 1 വർഷത്തേക്ക് നിയമിച്ചതിനെയാണ് വലിയ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ എന്നെ താറടിച്ചു കാണിക്കുവാൻ വേണ്ടി നോക്കിയത്. എനിക്ക് അവരോട് അപ്പോഴും ഇപ്പോഴും പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതിയിൽ പോകും. ഇന്ന് വരെ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടോ? ഇവര് സുപ്രീം കോടതിയിൽ പോകുന്നു എന്ന് പറയുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയും UNOയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ജലീലിനെതിരായി, ഐക്യരാഷ്ട്രസഭയിലേക്ക് പരാതി കൊടുക്കാൻ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ നാട്ടിൽ ജനങ്ങളോട് പറഞ്ഞത്? അഴിമതി ഞാൻ നടത്തി എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്റെ നാടല്ലേ വളാഞ്ചേരി? ഇവിടെ കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ, എന്നെ അടുത്തറിയുന്നവരാണ് നിങ്ങൾ എല്ലാവരും, എനിക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയും, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരാളെ ഞാൻ പറ്റിച്ചിട്ടില്ല ഇതുവരെ. ഒരു 10 പൈസ അന്യായമായി ഞാൻ ആരിൽ നിന്നും വസൂലാക്കിയിട്ടില്ല. കടമായിട്ടെങ്കിലും 10 രൂപ വാങ്ങി ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാനുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും. ഇങ്ങനെ പറയാൻ മുസ്ലിം ലീഗിന്റെ എത്ര നേതാക്കന്മാർക്ക് സാധിക്കും അവരവരുടെ നാട്ടിൽ പോയിട്ട്? എന്നെ നിങ്ങൾക്കറിയാം. എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരാറുണ്ട്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, MLA എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്, മന്ത്രി എന്നുള്ള നിലയിൽ വരുന്നു. ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ. വളാഞ്ചേരിക്കാർക്ക്, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മന്ത്രിമാരായി ചുമതലയേറ്റ ഞങ്ങളോട് ആദ്യമായും അവസാനമായും പറഞ്ഞൊരു കാര്യം, ഒരാളെയും പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത്. കഴിയുന്നതാണെങ്കിൽ സമയബന്ധിതമായി അതവർക്ക് നിവർത്തിച്ചു കൊടുക്കണം. മന്ത്രിമാരെന്നുള്ള നിലയിൽ ഞങ്ങൾ ആ വാക്കുകൾ അക്ഷരം പ്രതി പ്രാവർത്തികമാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിനെയാണ് തെറ്റിദ്ധാരണ പരത്തി സമൂഹ മധ്യത്തിൽ മോശമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നത്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. 50 വയസ്സായി. ഈ 50 കൊല്ലത്തിനിടക്ക് ഒരാളെ പറ്റിക്കാതെ ഇപ്പോഴാണോ പറ്റിക്കുക? ഒരഴിമതി നടത്താതെ ഇപ്പോഴാണോ അഴിമതി നടത്തുക? നിങ്ങൾ ആരോടാണ് ഇതൊക്കെ പറയുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് ഇവിടെ ഒരു യോഗം വെച്ചുകൊണ്ട് അല്ല, ഇദ്ദേഹം ഇന്ന അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ 2004 നമ്മൾ ഇവിടെ നടത്തിയ ഒരു പൊതുയോഗം? ആ പൊതുയോഗത്തിന് മറുപടിയായി ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാർ വന്ന് പറഞ്ഞു, ഞാൻ പല വിദേശ രാജ്യങ്ങളിലും പോയി പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന്. ഞാനന്ന് നിങ്ങളൊക്കെ സാക്ഷിയായിരിക്കെ വെല്ലുവിളിച്ചു, ഒരാളെ കൊണ്ടുവന്നാൽ അവർക്ക് കൊടുക്കാനുള്ളതിന്റെ 10 ഇരട്ടി ഞാൻ കൊടുക്കാം എന്ന്. ഒരാളെ കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? നിങ്ങളെപ്പോലെയാണ് എല്ലാവരും എന്ന് നിങ്ങൾ കരുതരുത്. യൂത്ത് ലീഗിന്റെ ജാഥ എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ആയിരുന്നപ്പോഴും ജാഥ നടത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ കലാപം നടന്ന കാലത്താണ് മതം സംഘർഷമല്ല സമാധാനമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്
കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരം വരെ ഞങ്ങളൊരു ജാഥ നടത്തിയത്. ആ ജാഥയിൽ ഞങ്ങൾ ആളുകളെ മുഴുവൻ തെറി പറയുകയും ആളുകളെ മുഴുവൻ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടില്ല. മുസ്ലിം സമുദായത്തിന് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഏറ്റവും അനിവാര്യമായ ഒരു കാലത്ത് മിത്രങ്ങളെയും സുഹൃത്തുക്കളെയും ഉണ്ടാക്കാനല്ലേ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എങ്കിൽ ലീഗും യൂത്ത് ലീഗും ശ്രമിക്കേണ്ടിയിരുന്നത് യുവജനയാത്രയിലുടനീളം ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയനെയും CPIM-ന്റെ നേതാക്കന്മാരെയും നിങ്ങൾ വിമർശിച്ചു. എന്നെ വിമർശിച്ചു, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ CPM-ന്റെ നേതാക്കന്മാരെ നിങ്ങൾ എന്തിനാണ് വിമർശിച്ചത്? എന്ത് തെറ്റിന്റെ പേരിൽ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസപൂർണമായ ഒരു നിയമനിർമ്മാണ വേളയിൽ ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ വികാരത്തിന്റെ കൂടെ നിന്ന CPIM, ആ CPIM-നെ നിങ്ങൾ എന്തിനു വിമർശിച്ചു? ലീഗല്ലാത്ത മുഴുവൻ ആളുകളെയും നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താക്കാൻ നോക്കി. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എത്ര വലിയ പണ്ഡിതനായാലും ലീഗല്ലേ, ലീഗിന് അംഗീകരിക്കില്ലേ, അയാൾ മോശക്കാരനാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് എന്തൊക്കെ തോന്നിവാസം നിങ്ങൾ പറഞ്ഞു നടന്നിട്ടുണ്ട്. ഖലീൽ ബുഖാരി തങ്ങളെ കുറിച്ച് എന്തൊക്കെ അപവാദം നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ ലീഗിന്റെ നേതാവായിരുന്ന സാധ്വികനായിരുന്ന സൂഫി വര്യനെ പോലെ ജീവിച്ച MK ഹാജിയെ ഹമുക്കാജി എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്തിട്ടില്ലേ? സയ്യിദ് ഉമർ ബാഫഖി തങ്ങളെ മ്ലേച്ഛനായ തങ്ങൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചിട്ടില്ലേ? ഞങ്ങൾ ആരെങ്കിലും തങ്ങന്മാരെ നിങ്ങളുടെ എതിർച്ചേരിയിലുള്ള ആളുകളെ പറഞ്ഞതിന്റെ 1000-ൽ ഒരംശം മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? ചീത്ത വിളിച്ചിട്ടുണ്ടോ? അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖപ്പെടുത്തേണ്ടത് ഇടതുപക്ഷ സർക്കാർ നടത്തിയ വനിതാ മതിലിൽ മുസ്ലിം സ്ത്രീകൾ നിൽക്കരുത് എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോ എതിർത്തിട്ടുണ്ട്. അങ്ങനെ ഇനിയും പറഞ്ഞാൽ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ എതിർക്കും, പ്രതികരിക്കും. ഒരു സംശയവും ആർക്കും വേണ്ട. മുസ്ലിം ലീഗ് യുവജനയാത്ര നടത്തിയിരുന്നു. അവിടെ സ്ത്രീകൾ പങ്കെടുത്തില്ലേ? മുനവർ ശിഹാബ് തങ്ങളോട് സെൽഫി എടുത്തില്ലേ മുസ്ലിം സഹോദരിമാർ? വലിയ മതില് കെട്ടി ജാഥക സ്വീകരിച്ചില്ലേ? എന്റെ ഈ നേതാക്കന്മാർ അന്ന് മുസ്ലിം സ്ത്രീകൾ പരസ്യവസ്തുവാകരുത് എന്ന് പറഞ്ഞില്ല? എന്ന് മതവിധി പുറപ്പെടുവിച്ചില്ല? ലീഗ് ചെയ്യുന്നത് എന്തും അംഗീകരിച്ചു കൊടുക്കില്ല. ഞാന് ശബരിമല ക്ഷേത്രത്തിൽ ചെന്നപ്പോ തീർത്ഥം നൽകി അവിടുത്തെ പൂജാരി. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോ സ്നേഹ മസൃണമായി നമ്മളെ സ്വീകരിക്കാൻ അവരാ ക്ഷേത്രത്തിന്റെ ആചാരമനുസരിച്ച് പ്രവർത്തിക്കുമ്പോ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണോ വേണ്ടത്? ഞാനത് വാങ്ങി. തവനൂരിൽ വിഷുക്കൈനീട്ടം വാങ്ങി ഒരു ക്ഷേത്ര പൂജാരിയിൽ നിന്ന്. ഞാൻ എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും അതുപോലെ തന്നെ ചില മതസംഘടനകളുടെയും യുവജന നേതാക്കന്മാര് അതേക്കുറിച്ച് പറഞ്ഞത്. യുവജനയാത്രക്കിടെ മുനവർ ശിഹാബ് തങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് പ്രസാദം വാങ്ങുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? അതേക്കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞില്ല. ഞാൻ ചെയ്തത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് എണ്ണി ചെയ്തു. ഒരു സംശയവും വേണ്ട. ക്ഷേത്രത്തിൽ പോയി പൂജാരി സ്നേഹത്തോടെ പ്രസാദം തന്നപ്പോ ഞാൻ വാങ്ങി. പാണക്കാട് സയ്യിദ് മുനവർ ശിഹാബ് തങ്ങളും എന്റെ വഴി പിന്തുടർന്നു, ആ വഴി സ്വീകരിച്ചു. വാങ്ങിയില്ലേ?
നിലവിളക്ക് ഞാൻ കൊളുത്താൻ തുടങ്ങിയപ്പോ എന്നെ മതത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. നിലവിളക്ക് കൊളുത്താൻ വേണ്ടി പാടില്ല. മുസ്ലിം ലീഗിന്റെ നേതാവ് ഇബ്രാഹിം കുഞ്ഞ് ഞാൻ പങ്കെടുത്തൊരു ചടങ്ങിൽ ഞാൻ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഞാൻ വിളക്ക് കൈമാറി. അദ്ദേഹം കൊളുത്തി. പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങളെ കൊണ്ടും ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ നിലവിളക്ക് കൊളുത്തിക്കും. അവർ കൊളുത്തും. നിങ്ങൾ എഴുതി വെച്ചു, നിങ്ങൾ എഴുതി വെച്ചു, ഒരു സംശയവും വേണ്ട. ഒരു ബഹുമത സാമൂഹ്യ സംവിധാനത്തിൽ ജീവിക്കുന്ന ഒരാൾ നമ്മളുടെ പള്ളിയിൽ വരുന്ന ഒരാൾ, അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ നമ്മളൊരു ഹൈന്ദവ സഹോദരനെ വിളിക്കുന്നു, നമ്മളുടെ സുഹൃത്തിന്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കും. നമ്മൾ ആ വെള്ളം ഈ ഹൈന്ദവ സുഹൃത്തിന് എടുത്തു കൊടുക്കുമ്പോ ഇത് നബിചര്യയാണ്, അതുകൊണ്ട് എനിക്കിത് കുടിക്കാൻ കഴിയില്ല എന്ന് ഒരു ഹൈന്ദവ സുഹൃത്ത് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് എന്താകും? കാരക്ക ഉപയോഗിച്ചാണല്ലോ നോമ്പ് തുറക്കാറ്. ഒരു ഹൈന്ദവ സുഹൃത്തിനെ നമ്മൾ നോമ്പ് തുറക്കാൻ വിളിച്ചു, കാരക്ക കൊടുക്കുമ്പോ ആ ഹൈന്ദവ സുഹൃത്ത് നമ്മളോട് പറയുകയാണ്, എനിക്ക് വേണ്ട, കാരണം മുഹമ്മദ് നബി നോമ്പ് തുറന്നത് കാരക്ക കൊണ്ടാണ് എന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് എന്റെ വിശ്വാസത്തിനെതിരാണ്, എന്റെ ആചാരത്തിനെതിരാണ് എന്ന് പറഞ്ഞ് അയാൾ മാറി നിന്നാൽ നമ്മളുടെ മനസ്സ് വേദനിക്കും. അജ്മീർ ദർഗയിൽ എല്ലാ ആളുകളും പോകുമ്പോഴും തൊപ്പി ധരിച്ചാണ് പോവുക. അത് അജ്മീർ ദർഗയിലെ ഒരു ആചാരമാണ്. ആരവിടെ കടക്കുമ്പോഴും തൊപ്പി ധരിക്കും. വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ അജ്മീറിൽ പോയപ്പോ തൊപ്പിയിട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അജ്മീറിൽ പോയപ്പോ തൊപ്പി ധരിച്ചിട്ടുണ്ട്. അവര് മുസ്ലിം ആയിട്ടാണോ ധരിച്ചത്? അല്ല, അത് ആ ദർഗയിൽ കടക്കുമ്പോഴുള്ള ഒരു ബഹുമാന സൂചകമായി ചെയ്യുന്നതാണ്. ഞങ്ങൾ നിയമസഭാംഗങ്ങൾ, ഖാദർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ, മുസ്ലിം ലീഗിന്റെ MLA, സുവർണക്ഷേത്രം സിഖുകാരുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം സന്ദർശിക്കാൻ വേണ്ടി പോയി പഞ്ചാബിൽ. അവിടേക്ക് കടക്കാം, ആർക്കും കടക്കാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. അവർ തരുന്ന ഒരു മഞ്ഞ തൂവാല നമ്മൾ തലയിൽ കെട്ടണം. അങ്ങനെ തലയിൽ കെട്ടിയല്ലാതെ ആ ക്ഷേത്രത്തിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും ആ തൂവാല കെട്ടി ക്ഷേത്രത്തിൽ കടന്നു. ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗത്തും പോയി ഞങ്ങൾ തിരിച്ചു വന്നു. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടത്തെ മര്യാദകൾ പാലിക്കുക എന്നുള്ളത് സാമാന്യമായ ഒരു നീതിബോധത്തിന്റെ അടയാളമാണ്. അത് ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണ് ഇവര് എന്നെ പോലുള്ളവരെ മതത്തിന്റെ പുറത്ത് നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പോ ഇവര് വലിയ കുതൂഹലം നടത്തുകയാണ്. ഞാൻ ആളുകളെ സ്വർഗത്തിലാക്കുന്നു എന്നാണ് പറയുന്നത്. സ്വർഗത്തിലല്ലേ ആക്കുന്നു? നിങ്ങളെപ്പോലെ നരകത്തിലേക്ക് ആളുകൾക്ക് ചിട്ടുകൊടുക്കുന്ന പരിപാടി എനിക്കില്ല. ഏതൊരു മനുഷ്യനിലെയും നന്മയെ കാണാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഒരുപാട് മതങ്ങളും വിശ്വാസധാരകളെ പുൽകുന്നവരും വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ, ആ വിശ്വാസധാരകളെ ജീവിത വഴിയായി സ്വീകരിച്ചിട്ടുള്ള മനുഷ്യർ അധിവസിക്കുന്ന ഒരു നാട്ടിൽ, മതനിരപേക്ഷമായി നമ്മളുടെ വിശ്വാസ ദർശനങ്ങളെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ, ഒരു ഭരണാധികാരി ചെയ്യേണ്ടതാണ്. ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കേണ്ടത്, ആളുകളെ തമ്മിൽ യോജിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിം ലീഗ് ഇതൊക്കെ ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ ലീഗിന്റെ MLAക്ക് 2 തവണയാണ് അംഗത്വം നഷ്ടമായത്. ആദ്യം എതിർ സ്ഥാനാർത്ഥി നികേഷ് കുമാറിന്റെ കേസിൽ അംഗത്വം നഷ്ടമായി, സുപ്രീം കോടതിയിൽ പോയി. ആ വിധി പൂർണ്ണമായും സ്റ്റേ ചെയ്തില്ല. ഒരാനുകൂല്യവുമില്ലാതെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കുകൊള്ളാം എന്ന് മാത്രം സുപ്രീം കോടതി പറഞ്ഞു. ഒരു വോട്ടർ പോയി വർഗീയതയും മതാന്ധതയും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു തെരഞ്ഞെടുപ്പ് വേളയിൽ എന്നാക്ഷേപിച്ചുകൊണ്ട് അതിനും വിധി വന്നു, അംഗത്വം റദ്ദാക്കി.
ഒരു നോട്ടീസ് വിതരണം ചെയ്തു. ആ നോട്ടീസിലെ വാചകങ്ങൾ ഇപ്പൊ എല്ലാവർക്കും അറിയാം. നികേഷ് കുമാറിനെ അപകീർത്തിപ്പെടുത്തുന്ന, എതിർ സ്ഥാനാർത്ഥിയെ മോശക്കാരനാക്കുന്ന ഒരു നോട്ടീസ്. ആ നോട്ടീസിലെ വാചകം, അമുസ്ലിങ്ങളാരും സിറാത്ത് പാലം കടക്കില്ല എന്ന് വെച്ചാൽ നികേഷ് കുമാർ അമുസ്ലിമാണ്, അതുകൊണ്ട് അദ്ദേഹം അത് കടക്കില്ല. അതുപോലെ തന്നെ ചെകുത്താന്റെ കൂടെയാണ് എല്ലാ മുസ്ലിങ്ങളും അന്തിയുറങ്ങുന്നത്. എഴുതി വെച്ച വാചകങ്ങളാണ്. ലീഗ് തോൽക്കാൻ ഇടയുണ്ട് എന്ന് വരുമ്പോ ഇത്യാദി നോട്ടീസുകൾ മുസ്ലിം വീടുകളിൽ മുമ്പ് മുതൽക്കേ കൊടുക്കാറുണ്ട്. ഇപ്പോഴാണ് അത് വെളിപ്പെട്ടത്, കയ്യോടെ പിടികൂടിയത്. രണ്ടു തരം നോട്ടീസ് മുസ്ലിം ലീഗ് അടിച്ചുണ്ടാക്കും. ഒന്ന് എല്ലാവരുടെ വീട്ടിലും കൊടുക്കാൻ, രണ്ടാമത്തേത് മുസ്ലിം വീടുകളിൽ മാത്രം കൊടുക്കാൻ. ഏതായാലും ഒരു കാര്യം ലീഗ് പറയണം, സിറാത്ത് പാലം കടക്കാത്തവരുടെ വോട്ട് ലീഗിന് വേണോ വേണ്ടേ? കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലീഗ് മറുപടി പറയേണ്ട ചോദ്യം അതാകും. ഒരു സംശയവും വേണ്ട. നിങ്ങൾക്കെതിരായി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ മതത്തിന്റെ എന്ന പേരിൽ ചില ശാസനകൾ ഉപയോഗിക്കുക. അതേക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അതിനെ വിമർശിക്കണ്ട. ഇവരിങ്ങനെ പോയാൽ ഈ നാട്ടിൽ വിവിധ മതസമുദായങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം എവിടെ എത്തും? ഇവർക്കല്ലാതെ ഇത് പറയാൻ മറ്റാർക്കും കഴിയില്ല. ഞങ്ങളല്ല ഇത് അടിച്ചിറക്കിയത് എന്നാണ് പറയുന്നത്. നിങ്ങളല്ലെങ്കിൽ അത്തരം ഒരു നോട്ടീസിന്റെ അന്തസ്സത്ത, അതിലെ ഉള്ളടക്കം, അതേക്കുറിച്ച് ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. മതസംഘടനാ നേതാക്കളെ അല്ല നിങ്ങൾ ഇറക്കി വിടേണ്ടത്. മതവും രാഷ്ട്രീയവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ലീഗിന്റെ നേതാക്കന്മാർ ആ നോട്ടീസിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ജനങ്ങളോട് പറയട്ടെ. അതിനവർ ബാധ്യതപ്പെട്ടവരാണ്. എത്ര ഒളിച്ചോടിയാലും ജനങ്ങൾ നിങ്ങളെ പിടികൂടും, മറുപടി പറയിക്കും. എങ്ങനെയാണ് ലീഗിന് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി കഴിയുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സൗഹൃദവും അടുപ്പവും ഇല്ലാതാക്കുക, തകർക്കുക. ഇതിനെതിരായി ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുക. ഒരു കാര്യം അവരോടൊക്കെ എനിക്ക് പറയാനുണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ ഒന്നും ഊരമ്മേൽ കെട്ടിയിട്ടുള്ള കൂരയാണ് ഇസ്ലാമിക മതവിശ്വാസം എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ ഒന്ന് കണ്ണുരുട്ടിയാൽ, നിങ്ങളൊന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പേടിപ്പെട്ട് പിൻവാങ്ങും എന്ന ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഒരംഗമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദുശ്ശേരികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ശക്തമായി എതിർക്കും. മതശാസനകളെ നിങ്ങൾ ദുരുപയോഗം ചെയ്താൽ ശക്തമായി അത് ചോദിക്കും. ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിനെതിരായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന് പറയരുത്. ഞാനൊരു വിശ്വാസിയാണ്, നിങ്ങളൊക്കെ പോലെ തന്നെ. ദുഷ്പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നിങ്ങൾ എത്ര നടത്തിയാലും ഈ നാട്ടിലെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കേരളത്തിന്റെ മന്ത്രിയുടെ സ്ഥാനത്തെത്തി ഇതിന്റെ എല്ലാം കാരണക്കാർ നിങ്ങളാണ്. 2006 ഞാനിവിടെ മത്സരിക്കുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. സക്കറിയ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർ, നിങ്ങൾ ഓരോരുത്തരും അക്ഷീണം പ്രയത്നിച്ചു. ആദ്യത്തെ നമ്മളുടെ യോഗം വളാഞ്ചേരി സെൻട്രൽ ചേർന്നപ്പോ കൂകി വിളിച്ച് ആ യോഗം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. ആ കൂകിവിളിയിൽ നിന്നാണ് നമ്മൾ ഊർജം സമാഹരിച്ച്
പടയോട്ടത്തിന് തുടക്കമിട്ടത്. ഇപ്പോൾ നിങ്ങൾ കറുത്ത കൊടി വീശുന്നു. നിങ്ങളുടെ കറുത്ത കൊടികൾ ആവേശമല്ലാതെ ഒരു ഘട്ടത്തിലും നിങ്ങൾക്ക് കീഴൊതുങ്ങി തരണം എന്നുള്ള ഒരു വികാരം ഞങ്ങളിൽ ആരിലും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ വഴിയെ സഞ്ചരിക്കും. എനിക്കെതിരായി നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതിയിൽ പോകും. മുസ്ലിം ലീഗിന്റെ അംഗത്വം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് വക്കീലന്മാരെ ഏർപ്പെടുത്താൻ ഒരുപാട് പണം നിങ്ങൾക്ക് ചെലവായിട്ടുണ്ടെങ്കിൽ എനിക്കെതിരായി കോടതിയിൽ പോകാൻ ഒരു വിഹിതം ഞാനും തരാൻ. നിങ്ങളൊന്ന് പോകണം കോടതി. എത്രയായി എന്താ പോകാത്തത്? ഞാനിങ്ങനെ നോക്കുകയാണ്. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ സമൂഹ മധ്യത്തിൽ താറടിച്ചു കാണിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അതിന്റെ ഫലമാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് യുവജനയാത്ര നടത്തിയത് എന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അവസാനം ആ യുവജനയാത്ര തീർന്ന ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഷോക്കോസ് നോട്ടീസ് നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പണ്ടൊക്കെ പടച്ചോൻ കുറച്ച് കഴിഞ്ഞായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോ അപ്പോഴേക്കപ്പോഴാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ, എന്തൊക്കെ അബദ്ധങ്ങൾ വെല്ലുവിളിക്കുകയാണ് സംവാദത്തിനുള്ള. ലോകത്തെവിടെയെങ്കിലും ഒരു കാര്യം സംവാദം നടത്തി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോടതിയിൽ പോവുക. നിങ്ങളുടെ തെളിവുകൾ നിങ്ങൾ അവിടെ ഹാജരാക്കുക. പത്രമാധ്യമങ്ങളെയും ചാനലുകളെയും വിലക്കെടുത്തുകൊണ്ട് താറടിച്ചു കാണിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ നാട്ടിലെ ജനങ്ങൾക്ക് സത്യമറിയാം. അത് നിങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു ദിവസം വരും എന്ന് മാത്രമാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഏറ്റവും അനിവാര്യമായ ഒരു ദിശാസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കോൺഗ്രസ് അല്ലേ ബി.ജെ.പിയെ തടുക്കാൻ എന്ന് ചിലരെങ്കിലും ആലോചിക്കാം. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒന്നാം UPA സർക്കാരിനെ പോലെയുള്ള ഒരു സർക്കാർ കോൺഗ്രസിന് ഇടതുപക്ഷത്തിന്റെ മൂക്കുകയർ. അങ്ങനെ ഒരു മൂക്കുകയറിൽ കോൺഗ്രസ് നാട് ഭരിച്ചാലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബി.ജെ.പിക്കും RSSനും എതിരായി പൊരുതാനുള്ള ശേഷിയും ശേഷിയും ലഭിക്കുകയും. കോൺഗ്രസിനെ മാത്രം നമ്മൾ വിട്ടാൽ മറ്റൊരു ബി.ജെ.പി ആയി കോൺഗ്രസ് മാറും. ഒന്നാം UPA ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഗവൺമെന്റാണ്. എന്തുകൊണ്ടാണ് ഏറ്റവും നല്ല ഗവൺമെന്റ് ആയത്? 60ഓളം ഇടതുപക്ഷ MP-മാരുടെ പിന്തുണയും അവരുടെ നിയന്ത്രണവും ആ സർക്കാരിനുണ്ടായിരുന്നു. ഒരു കാരണവശാലും UDF-നെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. ഇടതുപക്ഷത്തെ ജയിപ്പിച്ചുകൊണ്ട് ബി.ജെ.പിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ നയസമീപനങ്ങളെ സമ്പൂർണമായും ബി.ജെ.പി വിരുദ്ധമാക്കാൻ ഇടതുപക്ഷത്തിന്റെയും CPIM-ന്റെയും ഉറച്ച നിലപാട് അനിവാര്യമാണ്. വനിതാ മതിലിൽ പങ്കുചേരുന്നതിനെ കുറിച്ചും അതിന്റെ സംഘാടക സമിതിയെ കുറിച്ചുമൊക്കെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു നടന്നത്. പണ്ട് ബാബരി മസ്ജിദ് പൊളിക്കാൻ പോയ സുഗതൻ കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചയാളാണ് നരസിംഹറാവുവും കോൺഗ്രസും. സുഗതൻ പറഞ്ഞു, അന്ന് എനിക്ക് സംഭവിച്ചത് തെറ്റാണ്. 26ാമത്തെ വയസ്സിൽ ഒരു ചോരത്തിളപ്പിൽ ചെയ്ത കാര്യമാണ്. അതിലെനിക്ക് കുറ്റബോധമുണ്ട്. അങ്ങനെ പറയുന്ന ഒരാളെ നീ അവിടെ തന്നെ നിന്നോ മരിക്കുവോളും എന്നാണോ നമ്മൾ പറയേണ്ടത്? ഇസ്ലാമിക ചരിത്രം അറിയില്ലേ ലീഗിന്? ഡോക്ടർ മുനീറിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ എതിർത്തയാളായിരുന്നു രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ അവസാനം പ്രവാചകന് ശേഷം രണ്ടാമത്തെ ഖലീഫയായത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ വഹ്ശിക്ക് മാപ്പ് നൽകി അയാളെ ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് സ്വീകരിച്ച പ്രവാചകന്റെ മാതൃക മറന്നുപോയോ?
ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരള് പറിച്ചെടുത്ത് കടിച്ച് ചവച്ച് തുപ്പിയ ഹിന്ദിന് മാപ്പ് കൊടുക്കുകയും അവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായിയാക്കുകയും ചെയ്തില്ല. അതാണ് ഇസ്ലാമിക ചരിത്രം. ഒരു RSS കാരൻ, ഒരു BJP കാരൻ ആ പാർട്ടി വിട്ട് വരാൻ വേണ്ടി നോക്കുമ്പോ നീ വരരുത്, നീ അവിടെ നിൽക്കണം ജീവിതാന്ത്യം വരെ എന്ന് പറയലാണോ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യേണ്ടത്, ഒരു മതേതര കക്ഷി ചെയ്യേണ്ടത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോത്ഗ്രഥന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ RSSൽ നിന്നും BJPയിൽ നിന്നും ഒരാളെ അടർത്തിയെടുത്ത് മറുപക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ആ വലിയ ദൗത്യമാണ് CPIഎമ്മും ഇടതുപക്ഷ മുന്നണിയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJPയിലേക്ക് പോവുകയാണ്. രാമൻ നായർ BJPയിൽ എത്തിക്കഴിഞ്ഞു. കോൺഗ്രസിന്റെ എത്ര നേതാക്കന്മാർ ഇനി എത്തില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും? കോൺഗ്രസുകാര് പകല് കോൺഗ്രസും രാത്രി RSSുമാണ് എന്ന് പറഞ്ഞത് AK ആന്റണിയല്ല. ഞങ്ങളാരെങ്കിലും? ഞങ്ങളാരുമല്ല. AK ആന്റണിയാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് കോൺഗ്രസിനെയും BJPയെയും RSSനെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യം നമ്മളുടെ നാട്ടിൽ സമാഗതമായിരിക്കുന്നു. RSSനും BJPക്കുമെതിരായി ഉറച്ച നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ മുന്നണിയെ, സഖാവ് പിണറായി വിജയനെ, CPIഎമ്മിനെ നിങ്ങൾ പിന്തുണയ്ക്കുക, ആ സംഘത്തെ നിങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.